Learn Easy Online Education. Hi, welcome to my new video. It's me, Harshita. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ യൂണിറ്റ് MSO001 യൂണിറ്റ് 18 ആണ്. 18ാമത്തെ യൂണിറ്റാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ യൂണിറ്റിന് പേര് സോവറിനിറ്റി, അതായത് പരമാധികാരം. സോവറിനിറ്റി നമ്മൾ ഹിസ്റ്ററിയിലും പൊളിറ്റിക്സിലും ഒക്കെ ഒരുപാട് കേട്ടിട്ടുള്ളൊരു സംഭവമാണ് ഈ സോവറിനിറ്റി എന്ന് പറയുന്നത്, പരമാധികാരം എന്നത്. സോ ഈ ഒരു പരമാധികാരം എന്താണ്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഘട്ടങ്ങളും കാര്യങ്ങളും, എങ്ങനെയൊക്കെയാണ് അത് സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് യൂണിറ്റിലെ കണ്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻട്രൊഡക്ഷൻ വരുന്നുണ്ട്. ദ റൈസ് ഓഫ് സോവറിൻ സ്റ്റേറ്റ്സ്, conceptions of sovereignty, legal and political sovereignty, internal sovereignty and external sovereignty, conclusion. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ കണ്ടൻസ് ഒക്കെയാണ് നമ്മുടെ യൂണിറ്റിൽ വരുന്നത്. സോ നമുക്ക് നമ്മുടെ യൂണിറ്റിലോട്ട് പോവാം. ഫസ്റ്റ് ഹെഡിങ് 18.1 ഇൻട്രൊഡക്ഷൻ ആണ് പറയുന്നത്. ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് വാട്ട് ഈസ് സോവറിനിറ്റി, എന്താണ് പരമാധികാരം. സോവറിനിറ്റി മീൻസ് എ സ്റ്റേറ്റ് ഹാസ് ഫുൾ കൺട്രോൾ ഓവർ ഇറ്റ് own affairs. It is what makes a state different from other political groups. The idea of sovereignty grew with the modern state over time. Its meaning changed, but it always means the highest authority in a society. പരമാധികാരം എന്നത് ഒരു സംസ്ഥാനത്തിന് സ്വന്തം കാര്യങ്ങളിൽ പൂർണ്ണ നിയന്ത്രണമുണ്ട് എന്നതാണ്. ഒരു സംസ്ഥാനത്തിന് ആ സംസ്ഥാനത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണമാണ് എന്ത്, സോവറിനിറ്റി, പരമാധികാരം എന്നത്. സംസ്ഥാനത്തെ മറ്റ് രാഷ്ട്രീയ ഗ്രൂപ്പുകളിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഇത് വ്യത്യസ്തമാക്കുന്നു. സംസ്ഥാനത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഇതിനെ വ്യത്യസ്തമാക്കുന്നു. ആധുനിക രാഷ്ട്രങ്ങൾക്കൊപ്പം പരമാധികാരം എന്ന ആശയം വളർന്നു. കാലക്രമേണ അതിൻ്റെ അർത്ഥങ്ങളും മാറി മാറി വന്നു. പക്ഷെ അത് എല്ലായ്പ്പോഴും ഒരു സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന അധികാരം എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത്. ഒരു സമൂഹത്തിലെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിലെ, ഒരു സംസ്ഥാനത്തിലെ ഏറ്റവും ഉയർന്ന അധികാരം എന്ന് തന്നെയാണ് പരമാധികാരം എന്ന വേർഡ് കൊണ്ട് അർത്ഥമാക്കുന്നത്, സോവറിനിറ്റി എന്ന വേർഡ് കൊണ്ട് അർത്ഥമാക്കുന്നത്. Hensley, a political scientist, says sovereignty means to no higher power exists above the state. Sovereignty is about having the right to the rule, and government with sovereignty has full control over its people and is ഫ്രീ ഫ്രം ഔട്ട്സൈഡ് കൺട്രോൾ. ഒരു രാഷ്ട്രീയ ശാസ്ത്രജ്ഞനായിട്ടുള്ള ഹിസ്ലി പറയുന്നത് പരമാധികാരം എന്നാൽ സംസ്ഥാനത്തിന് മുകളിൽ ഉയർന്ന ശക്തി ഇല്ല എന്നാണ്. പരമാധികാരം എന്നത് ഭരിക്കാനുള്ള അവകാശമാണ്. പരമാധികാരമുള്ള ഒരു ഗവൺമെൻറ്റിന് അതിലെ ജനങ്ങളുടെ മേൽ പൂർണ്ണ നിയന്ത്രണമുണ്ടെന്നാണ് പറഞ്ഞത്. ബാഹ്യ നിയന്ത്രണത്തിൽ നിന്നെല്ലാം ആ ഒരു സംസ്ഥാനം സ്വതന്ത്രമായിരിക്കും. എല്ലാ അധികാരങ്ങളും ആ സംസ്ഥാനത്തിനുള്ളിൽ തന്നെ അതീതമായിരിക്കും എന്നാണ് പറയുന്നത്. എക്സ്പേർട്സ് ആർഗ്യൂ അബൌട്ട് ഇറ്റ്സ് മീനിങ്. സം സീ ഇറ്റ് as legal independence while others see it as power. Historians and lawyers focus on legal rights while economists and സോഷ്യോളജി സ്റ്റഡി ഇറ്റ്സ് പ്രാക്ടിക്കൽ യൂസ്. വിദഗ്ധർ പറയുന്നത് അതിൻ്റെ അർത്ഥത്തെക്കുറിച്ചാണ് വാദിക്കുന്നത്. ചിലർ അതിനെ നിയമപരമായ സ്വാതന്ത്ര്യമായിട്ട് കാണുന്നു, മറ്റുള്ളവർ അതിനെ അധികാരമായിട്ട് കാണുന്നു. ചരിത്രകാരന്മാരും അഭിഭാഷകരും നിയമപരമായ അവകാശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അതേസമയം സാമ്പത്തിക വിദഗ്ധരും സാമൂഹിക ശാസ്ത്രജ്ഞരും അതിൻ്റെ പ്രായോഗിക ഉപയോഗത്തെക്കുറിച്ച് പഠിക്കുന്നു. എന്തിൻ്റെ, സോവറിനിറ്റിയുടെ, പരമാധികാരത്തിൻ്റെ പ്രായോഗിക ഉപയോഗത്തെക്കുറിച്ച് പഠിക്കുന്നു. വ്യത്യസ്ത രീതിയിലാണ് ആളുകൾ അതിനെ നോക്കി കാണുന്നത് എന്നാണ് പറയുന്നത്. ദിസ് ടോപ്പിക്സ് ലുക്ക് അറ്റ് ഹൗ മോഡേൺ സ്റ്റേറ്റ്സ് ഡെവലപ്ഡ് ആൻഡ് ഹൗ സോവറിനിറ്റി ഷിഫ്റ്റഡ് ഫ്രം റൂൾസ് ടു ദ പീപ്പിൾ. ഇറ്റ് ഓൾസോ എക്സ്പ്ലെയിൻസ് ദ ഡിഫറെൻറ്റ് വേ ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ഇൻ പൊളിറ്റിക്സ് ആൻഡ് ഇൻ്റർനാഷണൽ റിലേഷൻസ്. ഈ വിഷയം ആധുനിക സംസ്ഥാനങ്ങൾ എങ്ങനെ വികസിച്ചുവെന്നും ഭരണാധികാരികളിൽ നിന്ന് ജനങ്ങളിലേക്ക് എങ്ങനെ മാറി എന്നതിനെക്കുറിച്ചുമാണ് നോക്കുന്നത്. രാഷ്ട്രീയത്തിലും അന്തർദേശീയ ബന്ധങ്ങളിലും ഇത് മനസ്സിലാക്കുവാൻ വ്യത്യസ്ത രീതികളും ഇന്ന് വിശദീകരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇതേ നമ്മുടെ ഇൻട്രൊഡക്ഷനാണ് നമ്മൾ നോക്കിയത്. ഇനി നമുക്ക് മെയിൻ കണ്ടന്റിലോട്ട് കടക്കാം. 18.2 ദ റൈസ് ഓഫ് സോവറിൻ സ്റ്റേറ്റ്സ്. ഒരു പരമാധികാര രാഷ്ട്രത്തിൻ്റെ, ഒരു പരമാധികാരമുള്ള സംസ്ഥാനത്തിൻ്റെ, ഒരു പരമാധികാരമുള്ള സ്റ്റേറ്റിൻ്റെ ഉദയം എന്നാണ് പറയുന്നത്. ഹിസ്റ്ററി ഓഫ് സോവറിനിറ്റി. സോവറിനിറ്റിയുടെ ഹിസ്റ്ററിയെക്കുറിച്ച് നമുക്ക് ആദ്യം നോക്കാം. സോവറിനിറ്റി ഈസ് നോട്ട് നാച്ചുറൽ ഓർ അൺചേഞ്ചിങ്. ഇറ്റ് ഈസ് സിസ്റ്റം ക്രിയേറ്റഡ് ബൈ ഹ്യൂമൻസ് ആൻഡ് ഹാസ് ഇവോൾവ്ഡ് ഓവർ ടൈം. ഇറ്റ് ഡിഡ് നോട്ട് എക്സിസ്റ്റ് ബിഫോർ മോഡേൺ ടെററിസം
territorial states appeared in Europe in between the 15th and 17th centuries. പരമാധികാരം എന്നത് സ്വാഭാവികമോ മാറ്റമില്ലാത്തതോ അല്ല, അത് മാറ്റങ്ങളുണ്ടാകും. ഇത് മനുഷ്യൻ സൃഷ്ടിച്ചതും കാലക്രമേണ പരിണമിച്ചതുമായിട്ടുള്ളൊരു സംവിധാനമാണ്. 15ും നൂറ്റാണ്ടുകൾക്കിടയിൽ യൂറോപ്പിൽ ആധുനിക പ്രാദേശിക സംസ്ഥാനങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപ് അതെന്തില്ലായിരുന്നു, നിലവിലുണ്ടായിരുന്നില്ല. പരമാധികാരം എന്ന ആശയം നിലവിലുണ്ടായിരുന്നില്ല. ഇൻ ആൻഷ്യന്റ് ഗ്രീസ്, സിറ്റി സ്റ്റേറ്റ്സ് did not separate the state from society. Citizens made laws and also followed them. In the Roman Empire, a single ruler had total authority. The emperor's will become law, but the system ended with the fall of the empire. പുരാതന ഗ്രീസിൽ നഗരങ്ങളും സംസ്ഥാനങ്ങളും, അതായത് ഭരണകൂടത്തെ പോളിസ് എന്നാണ് അവരുടെ വാക്കിൽ പറഞ്ഞത്. നഗര സംസ്ഥാനങ്ങൾ ഭരണകൂടത്തെ സമൂഹത്തിൽ നിന്ന് വേർപെടുത്തിയിരുന്നില്ല. ഭരണകൂടം സമൂഹത്തിൽ നിന്ന് വേർപെടുത്തിയിരുന്നില്ല. പൗരന്മാർ നിയമങ്ങൾ ഉണ്ടാക്കുകയും അവ പിന്തുടരുകയും ചെയ്തിരുന്നു. റോമൻ സാമ്രാജ്യത്തിലെ ഒരൊറ്റ ഭരണാധിക്ക് പൂർണ്ണ അധികാരമുണ്ടായിരുന്നു. ചക്രവർത്തിയുടെ ഇഷ്ടം നിയമമായി. എന്നാൽ ഈ സമ്പ്രദായം സാമ്രാജ്യത്വത്തിന്റെ പതനത്തോടെ അവസാനിക്കുകയും ചെയ്തു. ഗ്രീസിൽ എന്തായിരുന്നു, അവിടുത്തെ പൗരന്മാർ തന്നെയായിരുന്നു നിയമങ്ങൾ സൃഷ്ടിച്ചത്, അവരെന്നെ അത് പാലിക്കുകയും ചെയ്യുന്നു. ഭരണകൂടം സമൂഹം തമ്മിൽ വേർതിരിവുണ്ടായിരുന്നില്ല. പക്ഷെ റോമൻ സാമ്രാജ്യത്തിൽ ഒരൊറ്റ ഭരണാധികാരി സാമ്രാജ്യത്വമായിരുന്നു നിലനിന്നുണ്ടായിരുന്നത്. അയാളായിരുന്നു നിയമങ്ങൾ സൃഷ്ടിച്ചിരുന്നത്, എല്ലാവരെയും തൻ്റെ കീഴിലാക്കിയിരുന്നതും. എന്നാൽ ഈ ഒരു സാമ്രാജ്യത്തിൻ്റെ പദത്തോടെ ആ ഒരു സംഭവം അവസാനിച്ചു എന്നാണ് പറയുന്നത്. ഡ്യൂറിങ് ദ മിഡിൽ ഏജസ്, ക്രിസ്ത്യാനിറ്റി ഇൻഫ്ലുവൻസ്ഡ് പൊളിറ്റിക്സ്. പവർ വാസ് ഷെയർഡ് ബിറ്റ്വീൻ ദ പോപ്പ് ആൻഡ് ദ ഹോളി റോമൻ എംപറർ. ലോസ് വെർ സീൻ ആസ് പാർട്ട് ഓഫ് എ ഡിവൈൻ ഓർഡർ, നോട്ട് സംതിങ് ക്രിയേറ്റഡ് ബൈ റൂളേഴ്സ്. കിങ്സ് കുഡ് നോട്ട് മേക്ക് ന്യൂ ലോസ്, ഓൺലി ഗോഡ് കുഡ്. മധ്യകാലഘട്ടത്തിൽ ക്രിസ്തു മതം രാഷ്ട്രീയത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. മാർപ്പാപ്പയും വിശുദ്ധനായിട്ടുള്ള റോമൻ ചക്രവർത്തിയും തമ്മിൽ അധികാരം പങ്കിട്ടു. മാർപ്പാപ്പയും അങ്ങനെ മതപരമായിട്ടുള്ള ഒരു അധികാരത്തിൻ്റെ ആധിപത്യമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. നിയമങ്ങൾ ഒരു ദൈവിക ക്രമത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു അന്ന് ആളുകൾ കണ്ടിരുന്നത്. ഭരണാധികാരികൾ സൃഷ്ടിച്ച ഒന്നല്ല. രാജാക്കന്മാർക്ക് പുതിയ നിയമങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല, ദൈവത്തിന് മാത്രമാണ് അത് സാധിക്കൂ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതായത് പുരോഹിതന്മാരും ആയിരുന്നു നിയമങ്ങൾ ഉണ്ടായിരുന്നത്, അത് ദൈവത്തിൻ്റെ പേരും ഇട്ടു എന്നാണ് പറയുന്നത് കേട്ടോ. ആസ് മോഡേൺ സ്റ്റേറ്റ്സ് ഫോംഡ് ഇൻ യൂറോപ്പ്, പൊളിറ്റിക്കൽ തിങ്കേഴ്സ് എക്സ്പ്ലെയിൻഡ് വാട്ട് മേഡ് ദം ലെജിറ്റിമേറ്റ്. Two key figures were Niccolo Machiavelli and Martin Luther. യൂറോപ്പിൽ ആധുനിക സംസ്ഥാനങ്ങൾ രൂപപ്പെട്ടപ്പോൾ രാഷ്ട്രീയ ചിന്തകൾ അവയെ നിയമാനുസൃതമാക്കിയത് എന്താണെന്ന് വിശദീകരിച്ചു. നിക്കോളോ മച്ചിയവെല്ലിയും മാർട്ടിൻ ലൂതറുമായിരുന്നു രണ്ട് പ്രധാന വ്യക്തികൾ. മച്ചിയവെല്ലി believed a ruler must have full control over his state. He argued that rulers should not follow religious or moral laws if those laws weakened their state. A strong state was the highest priority. മച്ചിയവെല്ലി ഒരു ഭരണാധികാരിക്ക്, ഒരു രാജകുമാരന് തൻ്റെ സംസ്ഥാനത്തിന്മേൽ പൂർണ്ണ നിയന്ത്രണം ഉണ്ടായിരിക്കണമെന്ന് വിശ്വസിച്ചു. ഭരണകർത്താക്കൾ മതപരമോ ധാർമ്മികവുമായിട്ടുള്ള നിയമങ്ങൾ അവരുടെ രാജ്യത്തെ ദുർബലപ്പെടുത്തുകയാണെങ്കിൽ അവ പിന്തുടരരുതെന്ന് അദ്ദേഹം വാദിച്ചു. ശക്തമായ സംസ്ഥാനത്തിനായിരുന്നു മുൻഗണന. മച്ചിയവെല്ലി പറഞ്ഞത് ഒരു ഭരണാധികാരിക്ക് തൻ്റെ സംസ്ഥാനത്തിൻ്റെ മേൽ പൂർണ്ണമായിട്ടുള്ള പരമാധികാരം ഉണ്ടായിരിക്കണമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. Martin Luther supported the separation of church and state. He said religious leaders should focus on spiritual matters, while secular rulers should govern society. His ideas strengthened the power of rulers and laid the foundations of sovereignty. മാർട്ടിൻ ലൂതർ സഭയെയും ഭരണകൂടത്തെയും വേർതിരിക്കുന്നതിനെ പിന്തുണച്ചു. സഭ വേറെയാണ്, ഭരണകൂടം വേറെ. സഭ എന്ന് ഉദ്ദേശിക്കുന്ന മതപരമായിട്ടുള്ള ഈ ചർച്ച്, മാർപ്പാപ്പ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. വേർതിരിക്കുന്നതിനെ പിന്തുണച്ചു. മത നേതാക്കൾ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും മതേതര ഭരണാധികാരികൾ സമൂഹത്തെ ഭരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മതത്തിൻ്റെ ആൾക്കാർ നിങ്ങൾ മതം നോക്കിയാൽ മതി, ഭരിക്കുന്ന ആൾക്കാർ നിയമങ്ങൾ നോക്കിക്കോളും എന്നാണ് അദ്ദേഹം പറഞ്ഞത് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഭരണാധികാരികളുടെ ശക്തിയെ ശക്തിപ്പെടുത്തുകയും പരമാധികാരത്തിന് അടിത്തറയിടുകയും ചെയ്തു. സോവറിനിറ്റിക്ക് പരമാധികാരം എന്ന ആശയത്തിന് അദ്ദേഹം അവിടെ അടിത്തറയിടുകയാണ് ചെയ്തത്. Even though neither explicitly defined sovereignty, their ideas helped shape the modern concept of it. പരമാധികാരത്തെ വ്യക്തമായിട്ട് നിർവചിച്ചില്ലെങ്കിലും അവരുടെ ആശയങ്ങൾ അതിൻ്റെ ആധുനിക ആശയം രൂപപ്പെടുത്താൻ സഹായിച്ചു. ഈ കാര്യങ്ങളൊക്കെ അവർ പരമാധികാരം എന്നൊരു വാക്കിൻ്റെ കീഴിൽ വ്യക്തമായിട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ പോലും ഈ ഒരു ആശയങ്ങളൊക്കെ എന്താണ്, പരമാധികാരം എന്ന ആശയത്തിലേക്ക് ഒരാശയം രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട് സഹായിച്ചു എന്നാണ് പറയുന്നത്. അടുത്ത നമ്മുടെ ഹെഡിങ് 18.3 കൺസെപ്ഷൻസ് ഓഫ്
സൊവേർണിറ്റിയാണ്. സൊവേർണിറ്റിയുടെ ആശയങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. കൺസെപ്ഷൻസ് എന്ന് പറഞ്ഞാൽ കൺസെപ്റ്റ് എന്നിട്ട് അർത്ഥം. Jean Bodin was the first to clearly explain the idea of sovereignty. He lived during a time of religious and civil conflicts in France. He believed that a strong, unrestricted ruler could bring peace by having the final say over all religious and customary matters. ജീൻ ബോഡിസ് ആണ് പരമാധികാരം എന്ന ആശയം ആദ്യമായിട്ട് വ്യക്തമായിട്ട് വിശദീകരിച്ചത്. ഫ്രാൻസിൽ മതപരവും ആഭ്യന്തരപരമായിട്ടുള്ള സംഘർഷങ്ങളുടെ കാലത്താണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ശക്തനും അനിയന്ത്രിതവുമായിട്ടുള്ള ആർക്കും നിയന്ത്രിക്കാൻ സാധിക്കാത്തതുമായിട്ടുള്ള ഒരു ഭരണാധികാരിക്ക് എല്ലാ മതപരവും ആചാരപരമായിട്ടുള്ള കാര്യങ്ങളിൽ അന്തിമ വാക്ക് നൽകിക്കൊണ്ട് സമാധാനം കൊണ്ടുവരാൻ കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. മതപരമായിട്ടും അതായത് മതവും ആഭ്യന്തരവും കൂടെ കലഹം ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അപ്പോൾ ഇവർ കൺട്രോൾ ചെയ്യാനായില്ല. മതം പറയും ഞങ്ങളാണ് കൺട്രോൾ ചെയ്യുന്നത്, ആഭ്യന്തര കാര്യങ്ങൾ പറയും ഗവൺമെൻറ് പറയും ഞങ്ങളാണ് കൺട്രോൾ ചെയ്യേണ്ടത്. അങ്ങനെയുള്ള തർക്കങ്ങൾ നിലനിന്നിരുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ്, എല്ലാ കാര്യങ്ങളിലും പരമാധികാരമുള്ള ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു ഭരണാധികാരി ഉണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇൻ ഹിസ് ബുക്ക് 6 Books of Commonwealth, Bodin defines sovereignty as the highest power to make laws. He said that laws are simply commands from the sovereign and that the sovereign is not subject to anyone else orders. However, he did not support absolute dictatorship. He argued that the sovereign rules were still bound by divine ഓർ നാച്ചുറൽ ലോ. ബോഡിൻ തൻ്റെ 6 Books of a Commonwealth എന്ന പുസ്തകത്തിൽ നിയമങ്ങൾ നിർമ്മിക്കാനുള്ള പരമാധികാരം എന്ന് നിർവചിച്ചു. നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരമാണ് പരമാധികാരം എന്ന് നിർവചിച്ചു. നിയമങ്ങൾ കേവലം പരമാധികാരിയുടെ കൽപ്പനകളാണെന്നും പരമാധികാരി മറ്റൊരാളുടെ ആജ്ഞകൾക്ക് വിധേയമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. എന്നിരുന്നാൽ പോലും അദ്ദേഹം സമ്പൂർണ്ണ സ്വേച്ഛാധിപത്യത്തെ പിന്തുണച്ചതുമില്ല. പരമാധികാരികളായിട്ടുള്ള ഭരണാധികാരികൾ ഇപ്പോഴും ദൈവികമോ പ്രകൃതി നിയമമോ ആയ നിയമങ്ങളാൽ ബന്ധിതരാണെന്ന് അദ്ദേഹം വാദിച്ചു. അതായത് മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ കൂടി അല്ലെങ്കിൽ ജനങ്ങളുടെ താല്പര്യങ്ങൾ നോക്കിയിട്ട് വേണം നിയമങ്ങൾ നിർമ്മിക്കാൻ. പ്രകൃതിയെ കൂടി അതായത് ചുറ്റുമുള്ള കാര്യങ്ങളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഒരു പരമാധികാരി നിയമങ്ങൾ നിർമ്മിക്കാൻ. അവർക്ക് സ്വേച്ഛാധിപത്യ രീതിയിലുള്ള ഒരു നിയമങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹം സപ്പോർട്ട് ചെയ്തതുമില്ല. Bodin also believed that a state include both the ruler and the ruled, but he did not explore the tensions between them. Later thinkers like Hobbes, Locke and Rousseau focused on this issue, but they disagreed on what sovereignty should look like. ഒരു സംസ്ഥാനം ഭരണാധികാരിയും ഭരിക്കുന്നവനും ഉൾക്കൊള്ളുമെന്ന് ബോഡിൻ വിശ്വസിച്ചു. എന്നാൽ അവർ തമ്മിലുള്ള സംഘർഷങ്ങൾ അദ്ദേഹം പര്യവേഷണം ചെയ്തില്ല. ഹോബ്സ്, ലോക്ക്, റൂസോ തുടങ്ങിയ പിൻകാല ചിന്തകർ ഈ ഒരു വിഷയത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. എന്നാൽ പരമാധികാരം എങ്ങനെയായിരിക്കണം എന്നതിൽ അവർ ബോഡിസിനോട് വിയോജിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. തോമസ് ഹോബ്സ് wrote during England's civil wars like Bodin. He thought a strong sovereign was necessary for peace. He argued that people should give up all their rights to the ruler in a social contract. This ruler, called the Leviathan, had absolutely power to maintain order. Hobbes believed that without such a ruler, society would fall into chaos. ഇംഗ്ലണ്ടിലെ ആഭ്യന്തര യുദ്ധകാലത്ത് തോമസ് ഹോബ്സ് എഴുതി ബോഡിനെ പോലെ സമാധാനത്തിന് ശക്തമായൊരു പരമാധികാരി ആവശ്യമാണെന്ന് അദ്ദേഹം കരുതിയിരുന്നു. ഒരു സാമൂഹിക കരാറിൽ ഒരു ഭരണാധികാരിക്ക് അല്ലെങ്കിൽ ഒരു ഭരണ സ്ഥാപനത്തിന് ആളുകൾ അവരുടെ എല്ലാ അവകാശങ്ങളും ഉപേക്ഷിക്കണമെന്ന് അദ്ദേഹം വാദിച്ചു. ലെവിയാഥൻ എന്ന് വിളിക്കപ്പെടുന്ന ഈ ഭരണാധികാരിക്ക് ക്രമം നിലനിർത്താനുള്ള സമ്പൂർണ്ണ അധികാരമുണ്ടായിരുന്നു. അത്തരമൊരു ഭരണാധികാരി ഇല്ലെങ്കിൽ സമൂഹം അരാജകത്വത്തിലേക്ക് വീഴുമെന്നു ഹോബ്സ് വിശ്വസിച്ചു. ഹോബ്സ് എന്ത് ചെയ്തിരുന്നു, നമ്മുടെ ബോഡിസിൻ്റെ കാര്യങ്ങളോട് ആശയങ്ങളോട് യോജിപ്പ് പുലർത്തിയിട്ടുള്ള ആളായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് സമാധാനത്തിന് ശക്തമായ ഒരു ഭരണാധികാരി ആവശ്യമാണെന്നും അദ്ദേഹം കരുതിയിരുന്നു. ജീൻ ജാക്കസ് റൂസോ ഹാഡ് എ ഡിഫറെൻറ്റ് വ്യൂ. ഹി ബിലീവഡ് sovereignty belonged to the people. He argued that citizens should only follow law they had created for the common good. This meant that the majority could decide everything, which could sometimes threaten individuals' freedom. ജീൻ ജാക്കസ് റൂസോ പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണം പുലർത്തിയിരുന്നതാണ്. ജീൻ ജാക്കസ് റൂസോ ഈ ഒരു ആശയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വീക്ഷണമാണ് പുലർത്തിയിരുന്നത്. പരമാധികാരം ജനങ്ങളുടേതാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. പൊതു നന്മയ്ക്കായിട്ട് അവർ സൃഷ്ടിച്ച നിയമങ്ങൾ മാത്രമേ പൗരന്മാർ പിന്തുടരാവൂ എന്ന് അദ്ദേഹം വാദിച്ചു. പൊതു നന്മയ്ക്കായിട്ട്
സൃഷ്ടിക്കുന്ന നിയമങ്ങൾ മാത്രമേ പിന്തുടരാവൂ എന്നാണ് അദ്ദേഹം വാദിച്ചത്. അതിലൊരു അവകാശം, അതിൽ ആവശ്യമില്ലാത്ത അവകാശങ്ങൾ തൊട്ട് അല്ലെങ്കിൽ പൊതു നന്മയ്ക്ക് ഉപകാരപ്പെടാത്ത അവകാശങ്ങൾ തൊട്ടുള്ളൊരു സംരക്ഷണം പൗരന്മാർക്ക് ഉണ്ടായിരിക്കണം എന്നാണ് അതിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഇതിനർത്ഥം ഭൂരിപക്ഷത്തിന് എല്ലാം തീരുമാനിക്കാം, അത് ചിലപ്പോൾ വ്യക്തി സ്വാതന്ത്ര്യത്തിന് ഭീഷണി ആയേക്കാം എന്നുള്ള ഒരു അവസ്ഥ വരും എന്നുള്ളത് കൊണ്ടാണ്. തീരുമാനങ്ങൾ എപ്പോഴും നന്നായിക്കൊള്ളണമെന്നില്ലല്ലോ. John Locke took a middle approach. He said sovereignty belonged to the people but was exercised through the state. People gave the government power to make and enforce law, but only to protect life, liberty and property. If the government failed, the people had the right to change it. ജോൺ ലോക്ക് ഒരു മധ്യസമീപനം സ്വീകരിച്ചു. പരമാധികാരം ജനങ്ങളുടേതാണെന്നും എന്നാൽ അത് സംസ്ഥാനത്തിലൂടെയാണ് നടപ്പിലാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. നിയമങ്ങൾ ഉണ്ടാക്കാനും നടപ്പിലാക്കാനുള്ള അധികാരം ജനങ്ങൾ ഗവൺമെന്റിന് നൽകി. എന്നാൽ ജീവൻ, സ്വാതന്ത്ര്യം, സ്വത്ത് എന്നിവ സംരക്ഷിക്കാൻ മാത്രമാണ് അത് ആ ഒരു അധികാരം നൽകിയത്. ജീവനും സ്വാതന്ത്ര്യവും സ്വത്തും എന്നിവ സംരക്ഷിക്കേണ്ടത് ഗവൺമെന്റ് ആണെന്നാണ് പറയുന്നത്. സർക്കാർ പരാജയപ്പെട്ടാൽ അത് മാറ്റാൻ ജനങ്ങൾക്ക് അവകാശമുണ്ടായിരുന്നു. ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു സംരക്ഷണത്തിൽ അവർക്ക് പിഴവ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റി സ്ഥാപിക്കാൻ, ആ ഒരു സർക്കാരിനെ മാറ്റി സ്ഥാപിക്കാൻ എന്തുണ്ടായിരുന്നു? ജനങ്ങൾക്ക് പരമാധികാരം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ ഒരു ആശയമാണ് ജോൺ ലോക്കിൻ്റെത് കേട്ടോ. അങ്ങനെ ഒരു അധികാരം വേണം, ഇങ്ങനൊരു സംരക്ഷണം വേണം, അതുകൊണ്ട് തന്നെ ആ ഒരു ഗവൺമെൻറ്റിനെ മാറ്റി സ്ഥാപിക്കാൻ ജനങ്ങൾക്കും അവകാശം ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു ആശയമാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ. ആ ആശയം ആരുടേതാണ്? ജോൺ ലോക്കിൻ്റെതാണെന്നാണ് പറഞ്ഞത്. ലോക്ക് ആൻഡ് റൂസോ ഐഡിയാസ് helped replace the king with elected governments in Europe and beyond. Today, most agree that sovereignty is the highest authority in a community. However, debates continue about whether it should belong to the state or the people. ലോക്കിൻ്റെയും റൂസോയുടെയും ആശയങ്ങൾ രാജാക്കന്മാരെ മാറ്റി യൂറോപ്പിൻ്റെ അകത്തും പുറത്തും തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകളെ സഹായിച്ചു. ഒരു സമൂഹത്തിൻ്റെ പരമാധികാരമെന്ന് ഇന്ന് മിക്കവരും സമ്മതിക്കും. ഒരു സമൂഹത്തിൻ്റെ മേലുള്ള പരമാധികാരമാണ് യഥാർത്ഥ പരമാധികാരം എന്ന് ഇന്ന് മിക്കവരും സമ്മതിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇത് സംസ്ഥാനത്തിൻ്റെതാണോ അതോ ജനങ്ങളുടേതാണോ എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തുടരുന്നു. അത് സംസ്ഥാനത്തിനാണോ പരമാധികാരമുള്ളത് അതോ ജനങ്ങൾക്കാണോ പരമാധികാരമുള്ളത് എന്നുള്ള ചർച്ചകൾ ഇന്ന് തുടരുന്നു എന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് എക്സ്റ്റേണൽ സോവറിനിറ്റി വിച്ച് റെഫേഴ്സ് ടു സ്റ്റേറ്റ്സ് ഇൻഡിപെൻഡൻസ് ഇൻ ഇന്റർനാഷണൽ റിലേഷൻസ്. അടുത്തതായിട്ട് നമ്മൾ ബാഹ്യ പരമാധികാരത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അത് അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ഒരു സംസ്ഥാനത്തിൻ്റെ സ്വാതന്ത്ര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ബാഹ്യ പരമാധികാരത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അതായത് നെക്സ്റ്റ് നമ്മുടെ ഹെഡിങ് 18.4 ലീഗൽ ആൻഡ് പൊളിറ്റിക്കൽ സോവറിനിറ്റി ആണ് കേട്ടോ. ജീൻ ഗോഡിൻ ബിലീവഡ് ദാറ്റ് എ സോവറൈൻ ഹാഡ് ദ പവർ ടു മേക്ക് ലോസ് ഫോർ ഹിം. ലോസ് വാസ് സിംപ്ലി ദ കമാൻഡ് ഓഫ് ദ സോവറൈൻ ആൻഡ് പീപ്പിൾ ഹാഡ് ടു ഒബേ. ഒരു പരമാധികാരിക്ക് നിയമങ്ങൾ നിർമ്മിക്കാൻ അധികാരമുണ്ടെന്ന് ജീൻ ഗോഡിൻ വിശ്വസിച്ചു. അവരെ സംബന്ധിച്ചിടത്തോളം നിയമം പരമാധികാരിയുടെ കൽപ്പന മാത്രമായിരുന്നു, ആളുകൾ അനുസരിക്കേണ്ടുന്ന ഒരു കൽപ്പനകളാണ് നിയമങ്ങൾ എന്നത് എന്നാണ് പറയുന്നത്. തോമസ് ഹോബ്സ് however focused on power rather than authority. He saw sovereignty as the control of force and argued that it should belong to our ruler or ruling body. This created two ideas of sovereignty, legal sovereignty and political sovereignty. എന്നിരുന്നാൽ പോലും തോമസ് ഹോബ്സ് അതായത് പവറിനേക്കാൾ കൂടുതൽ അതോറിറ്റിയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അദ്ദേഹം പരമാധികാരത്തെ ശക്തിയുടെ നിയന്ത്രണമായിട്ട് കാണുകയും അതൊരു ഭരണാധികാരിയുടെ അല്ലെങ്കിൽ ഒരു ഭരണസമിതിയുടേതായിരിക്കണമെന്ന് വാദിക്കുകയും ചെയ്തു. സോവറിനിറ്റി എന്തിൻ്റെ ഭാഗമാണെന്നാണ് പറയുന്നത്? ശക്തിയുടെ നിയന്ത്രണം. അതൊരു തരത്തിലുള്ള ശക്തിയാണ്, ഒരു നിയന്ത്രണമാണ്. അതിൽ നിയന്ത്രണമായിട്ട് കാണുകയും ഒരു ഭരണാധികാരിയുടെ അല്ലെങ്കിൽ ഒരു ഭരണസമിതിയുടേതായിരിക്കണമെന്ന് വാദിക്കുകയും ചെയ്തു. അതൊരു ഭരണാധികാരിയുടേതോ അല്ലെങ്കിൽ ഭരണസമിതിയുടേതോ ആയിരിക്കണം, അല്ലെങ്കിൽ വേറെ നിസ്സഹായരായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ സാധാരണക്കാരിൽ നിന്നാവരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് പരമാധികാരത്തിൻ്റെ രണ്ട് ആശയങ്ങൾ സൃഷ്ടിച്ചു. നിയമപരമായ പരമാധികാരവും രാഷ്ട്രീയപരമായിട്ടുള്ള ലീഗൽ സോവറിനിറ്റിയും പൊളിറ്റിക്കൽ സോവറിനിറ്റിയും. ഇത് രണ്ടും വ്യത്യസ്തമാണെന്നാണ് പറയുന്നത്.
Legal sovereignty means the highest authority comes from the law of the state. It is based on legal rights and rules. Political sovereignty is about real power, who actually controls and enforces rule. A ruler with political sovereignty can make people obey because the control force. നിയമപരമായിട്ടുള്ള പരമാധികാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരമോന്നത അധികാരം സംസ്ഥാനത്തിൻ്റെ നിയമങ്ങളിൽ നിന്നാണ്. പരമോന്നതമായിട്ടുള്ള അധികാരം എന്താണ്? സംസ്ഥാനത്തിൻ്റെ നിയമങ്ങളിൽ നിന്നാണ്. ഇത് നിയമപരമായ നിയമങ്ങളെയും അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഈ ഒരു നിയമപരമായ ലീഗൽ സൊവേർണിറ്റി എന്ന് പറയുന്നത്. രാഷ്ട്രീയ പരമാധികാരം എന്നാൽ പൊളിറ്റിക്കൽ സൊവേർണിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥമായിട്ടുള്ള ഒരു ശക്തിയെക്കുറിച്ചാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ നിയമങ്ങൾ നിയന്ത്രിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നു. രാഷ്ട്രീയ പരമാധികാരമുള്ള ഒരു ഭരണാധികാരിക്ക് ആളുകളെ അനുസരിക്കാൻ കഴിയും. കാരണം അവർ ശക്തിയെ നേടിക്കും. രാഷ്ട്രീയ പരമാധികാരമുള്ള ഒരു ഭരണാധികാരിക്ക് എന്താണ്? ആളുകളെ അനുസരിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഇൻ റിയാലിറ്റി ദീസ് ടു ideas are connected. A state needs both legal authority and the power to enforce it. Laws alone are not enough because some people will always break them. The state must have the power to make sure laws are followed. വാസ്തവത്തിൽ ഈ രണ്ട് ആശയങ്ങളുടെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഒരു സംസ്ഥാനത്തിന് നിയമപരമായിട്ടുള്ള അധികാരം അത് നടപ്പിലാക്കാനുള്ള അധികാരം ആവശ്യമാണ്. അതായത് നിയമങ്ങൾ രാജ്യത്തിന് ലീഗൽ അതോറിറ്റിയും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ അതോറിറ്റി, അതായത് ലീഗൽ സൊവേർണിറ്റിയും പൊളിറ്റിക്കൽ സൊവേർണിറ്റി ആവശ്യമാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ലീഗൽ അതോറിറ്റി എന്ന് പറയുന്നത് നിയമപരമായിട്ടുള്ള അധികാരം എന്ന് പറയുന്നത് എന്താണ്? സുപ്രീം കോടതിക്കാണ് നിയമപരമായിട്ടുള്ള അധികാരങ്ങൾ. നിയമങ്ങൾ നിർമ്മിക്കാനും അത് നടപ്പിലാക്കാനും വ്യാഖ്യാനിക്കാനൊക്കെ ഉള്ള അധികാരം ആർക്കാണുള്ളത്? സുപ്രീം കോർട്ടിനാണുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയപരമായിട്ട് അധികാരമുള്ള പൊളിറ്റിക്കൽ സൊവേർണിറ്റി എന്നുള്ളത് ആർക്കാണുള്ളത്? പ്രധാനമന്ത്രിക്കും സർക്കാരിനുമാണുള്ളത്. പ്രധാനമന്ത്രിക്കും സർക്കാരിനുമാണ് രാജ്യത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയപരമായിട്ടുള്ള അധികാരങ്ങൾ ഉള്ളത്. അവർ നിയമങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നിർദ്ദേശിക്കുകയും രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ രാജ്യത്തിനും എന്താവശ്യമുണ്ടെന്നാണ് പറയുന്നത്? ലീഗൽ സൊവേർണിറ്റിയും അതുപോലെ പൊളിറ്റിക്കൽ സൊവേർണിറ്റിയും ആവശ്യമുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അടുത്തത് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് ഓഫ് സൊവേർണിറ്റി ആണ്. അബ്സല്യൂട്ട്നെസ്. The sovereign power is unlimited. No one inside the state can override its authority. സമ്പൂർണത. പരമാധികാരിയുടെ ശക്തി പരിധിയില്ലാത്തതാണ്. സംസ്ഥാനത്തിനകത്ത് ആർക്കും അതിൻ്റെ അധികാരത്തെ മറികടക്കാൻ കഴിയില്ല. സൊവേർണിറ്റി, നമ്മുടെ സംസ്ഥാനത്തിലുള്ള പരമാധികാരത്തിൻ്റെ ആ ഒരു ശക്തി എന്താണ്? പരിധിയില്ലാത്തതാണെന്നാണ് പറയുന്നത്. അതിൻ്റെ മറികടക്കാൻ അതിന് മുകളിലായിട്ട് മറ്റാരുമില്ല. തീരുമാനങ്ങൾ പറയാൻ മറ്റാരുമില്ലെന്നാണ് പറയുന്നത്. അടുത്തത് പോയിന്റ് പറയുന്നത്, സെക്കൻഡ് പോയിന്റ്, എക്സ്ക്ലൂസിവിറ്റി. Only the sovereign has a supreme power. No other group can complete with it. സവിശേഷതായിട്ടുള്ള കാര്യങ്ങൾ. പരമാധികാരത്തിന് മാത്രമേ പരമാധികാരമുള്ളൂ. സോവറൈന് മാത്രമേ എന്തുള്ളൂ? ശക്തിയുള്ളൂ. പരമാധികാരത്തിന് മാത്രമേ എന്തുള്ളൂ? ശക്തിയുള്ളൂ. മറ്റൊരു ഗ്രൂപ്പിനും അതിനോട് എന്ത് ചെയ്യാൻ പറ്റില്ല? മത്സരിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അടുത്ത തേർഡ് പോയിന്റ് പറയുന്നത് പെർമനൻസ് ആണ്. സൊവേർണിറ്റി lasts as long as a state exists. Government may change but sovereignty remains. സ്ഥിരത. രാഷ്ട്രം നിലനിൽക്കുന്നോളം കാലം പരമാധികാരം നിലനിൽക്കുന്നു. സർക്കാരുകൾ മാറിയേക്കാം, പക്ഷെ പരമാധികാരം നിലനിൽക്കുന്നു. അതായത് പുതിയ ഭരണാധികാരികൾ മാറി വന്നാലും പക്ഷെ സൊവേർണിറ്റി മാറാതെ അങ്ങനെ തന്നെ കാലാകാലങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒന്നാണ്, സ്ഥിരമായിട്ടുള്ള ഒന്നാണെന്നാണ് പറയുന്നത്. അടുത്ത ഫോർത്ത് പോയിന്റ് യൂണിവേഴ്സാലിറ്റി ആണ്. Sovereignty applies to all people and groups in the state. No one is above its authority. സാർവത്രികത. പരമാധികാരം സംസ്ഥാനത്തെ എല്ലാ ആളുകൾക്കും ഗ്രൂപ്പുകൾക്കും എന്താണ്? ബാധകമാണ്. ആരും അതിൻ്റെ അധികാരത്തിന് അതീതരല്ല. ഒരു സംസ്ഥാനത്തിന് കീഴിൽ കഴിയുന്ന എല്ലാവരും എന്താണ്? ആ ഒരു പരമാധികാരത്തിന് ബാധ്യസ്ഥരാണെന്നാണ് പറഞ്ഞെടുക്കുന്ന തീരുമാനങ്ങൾ അതെല്ലാവർക്കും ബാധകമാണെന്നാണ് പറയുന്നത്. ഇനാലിയബിലിറ്റി പറയുന്നത് സൊവേർണിറ്റി കനോട്ട് ബി ഗിവൺ അവേ ഓർ ഷെയർഡ്. എ സ്റ്റേറ്റ് ദാറ്റ് ലോസസ് ഇറ്റ് സൊവേർണിറ്റി സീസസ് ടു എക്സിസ്റ്റ്. പരമാധികാരം വിട്ടുകൊടുക്കാനോ പങ്കിടാനോ കഴിയുന്നതല്ല. പരമാധികാരം നഷ്ടപ്പെടുന്ന ഒരു രാഷ്ട്രം ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ഒരു പരമാധികാരം ഇല്ലാതാകുന്നതോടുകൂടി ആ ഒരു രാഷ്ട്രം തന്നെ ഇല്ലാതാകുന്നു എന്നാണ് പറയുന്നത്. ഇൻവിസിബിലിറ്റി. സൊവേർണിറ്റി കനോട്ട് ബി ഡിവൈഡഡ് ഈവൻ ഇഫ് പവർ ഈസ് ഷെയർഡ് അമംഗ് ബ്രാഞ്ചസ് ഓഫ് ഗവൺമെന്റ്. Ultimate authority remains undivided.
പരമാധികാരം എന്നത് എന്താണ്? വിഭജിക്കാനാവില്ല, ഇൻഡിവിസിബിൾ ആണ്, വിഭജിക്കാൻ കഴിയില്ല. ഗവൺമെൻറ്റിൻ്റെ ശാഖകൾക്കെതിരെ അധികാരം പങ്കിട്ടാലും ആത്യന്തിക അധികാരം അവിഭക്തമായിട്ട് തന്നെ തുടരുന്നതാണ് എന്നാണ് പറയുന്നത്. ഓക്കെ. Next, sovereignty has two aspects. Internal sovereignty refers to authority within a state who hold the highest power. External sovereignty is about a state's independence in international relations. A state must have both to truly sovereign. പരമാധികാരത്തിന് രണ്ട് വശങ്ങളാണുള്ളത്. ആന്തരിക പരമാധികാരം എന്നത് ഒരു സംസ്ഥാനത്തിനുള്ളിലെ അധികാരത്തെ സൂചിപ്പിക്കുന്നു. അത് ഏറ്റവും ഉയർന്ന അധികാരം വഹിക്കുന്നു. അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ഒരു സംസ്ഥാനത്തിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് ബാഹ്യ പരമാധികാരം എന്ന് പറയുന്നത്. ഒരു സംസ്ഥാനത്തിന് യഥാർത്ഥ പരമാധികാരം എന്തായാലും ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഈ രണ്ട് തരത്തിലുള്ള പരമാധികാരങ്ങൾ ഒരു സംസ്ഥാനത്തിന് ഉണ്ടായിരിക്കണം. എക്സ്റ്റേണൽ സൊവേർണിറ്റിയും അതുപോലെ തന്നെ ഇൻറ്റേർണൽ സൊവേർണിറ്റിയും കേട്ടോ. നമ്മുടെ 18.5 നെക്സ്റ്റ് ഹെഡിങ് പറയുന്നത് ഇൻറ്റേർണൽ സൊവേർണിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. സിമ്പിൾ എക്സ്പ്ലനേഷൻ ഓഫ് സൊവേർണിറ്റി. സോ ഫാർ വി ഹാവ് മെയിൻലി ടോക്ക്ഡ് അബൌട്ട് ഇൻറ്റേർണൽ സൊവേർണിറ്റി വിച്ച് മീൻസ് ദ പവർ ഇൻസൈഡ് എ കൺട്രി. ദ ബിഗ് ഡിബേറ്റ് ഇൻ ഹിസ്റ്ററി വാസ് ഹൂ ഷുഡ് ഹാവ് ദിസ് പവർ. ഇതുവരെ നമ്മൾ പ്രധാനമായിട്ട് സംസാരിച്ചത് എന്താണ്? ആഭ്യന്തര പരമാധികാരത്തെക്കുറിച്ചാണ്. ഒരു രാജ്യത്തിനകത്തുള്ള പരമാധികാരത്തെക്കുറിച്ചാണ്, സൊവേർണിറ്റിയെക്കുറിച്ചാണ് സംസാരിച്ചത്. അതായത് ഒരു രാജ്യത്തിനുള്ളിലെ അധികാരം. ഈ അധികാരം ആർക്കായിരിക്കണം എന്നതായിരുന്നു ചരിത്രത്തിലെ ഏറ്റവും വലിയ ചർച്ച എന്ന് പറയുന്നത്. ഇയർലി തിങ്കേഴ്സ് ലൈക്ക് മാച്ചിയവെല്ലി, ബോഡിൻ ആൻഡ് ഹോബ്സ് സെഡ് വൺ റൂളർ, എ കിങ് ഓർ മൊണാർച്ച്, ഷുഡ് ഹോൾഡ് ഓൾ പവർ. ദിസ് മെയ്ഡ് സൊവേർണിറ്റി ഇൻവിസിബിൾ. വൺ പേഴ്സൺ ഹാഡ് ദ ഫൈനൽ സേ. മച്ചിയവെല്ലി, ബോഡിൻ, ഹോബ്സ് തുടങ്ങിയ ആദ്യകാല ചിന്തകർ പറഞ്ഞത് ഒരു ഭരണാധികാരി, ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു രാജാവ് എന്നുള്ളൊരു അടിസ്ഥാനം പറഞ്ഞത് ഒരു ഭരണാധികാരി എല്ലാ അധികാരവും കൈവശം വെക്കണം എന്നാണ്. ഇത് പരമാധികാരത്തെ അവിഭാജ്യമാക്കി ഒരാൾക്ക് അന്തിമമായിട്ട് പറയാനാകുമെന്നാണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് തന്നെ തീരുമാനങ്ങൾ മറ്റുള്ളവരുടെ നിർദ്ദേശം കൂടാതെ തന്നെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൈക്കടത്തലുകൾ കൂടാതെ നിയമങ്ങൾ പറയാൻ സാധിക്കും, പരമാധികാരം ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞത്. ലേറ്റർ തിങ്കേഴ്സ് ലൈക്ക് ലോക്ക് ആൻഡ് റൂസോ റിജക്റ്റഡ് ദിസ് ഐഡിയ. ദേ സപ്പോർട്ടഡ് പോപ്പുലർ സൊവേർണിറ്റി മീനിങ് ദ പീപ്പിൾ ഷുഡ് ഹോൾഡ് പവർ. ദിസ് ഐഡിയ ബിക്കം ദ ഫൗണ്ടേഷൻ ഓഫ് ഡെമോക്രസി. പിന്നീട് ലോക്ക്, റൂസോ തുടങ്ങിയ ചിന്തകർ ഈ ആശയം നിരസിക്കുകയാണ് ചെയ്തത്. അവർ ജനകീയ പരമാധികാരത്തെയാണ് പിന്തുണച്ചത്. അതായത് ജനങ്ങൾക്ക് അധികാരം പിടിക്കണം എന്നുള്ളത്. ഈ ഒരു ആശയം ജനാധിപത്യത്തിൻ്റെ അടിത്തറയെ ജനങ്ങളാണ് നിയമങ്ങൾ നിർമ്മിക്കേണ്ടത്, ജനങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിച്ചാണ് നിയമങ്ങൾ നിർമ്മിക്കേണ്ടത്, ജനങ്ങൾക്കും അതിലൊരു അവകാശം വേണമെന്നാവശ്യപ്പെട്ട് ഉണ്ട്. ലോക്കും റൂസോ തുടങ്ങിയ ചിന്തകരാണ് ഈ ആശയം കൊണ്ടുവന്നത്. പിന്നീട് അതാണ് എന്തായിട്ട് മാറിയത്? ജനാധിപത്യമായിട്ട്, ഡെമോക്രസി ആയിട്ട് പിന്നെ മാറിയതെന്നാണ് പറയുന്നത്. മോണിസ്റ്റിക് വേഴ്സസ് പ്ലൂറാലിസ്റ്റിക് വ്യൂസ്. മോണിസ്റ്റിക് വേഴ്സസ് പ്ലൂറാലിസ്റ്റിക് വ്യൂസ്. മോണിസ്റ്റിക് തിയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൊവേർണിറ്റി ബിലോങ്സ് ടു വൺ പേഴ്സൺ ഓർ വൺ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഈവൻ റൂസോ ഹു സപ്പോർട്ടഡ് പീപ്പിൾസ് റൂൾ സെഡ് ഓൺലി വൺ പേഴ്സൺ ഷുഡ് എക്സ്പ്രസ് ദ ജനറൽ വിൽ. മോണിസ്റ്റിക് സിദ്ധാന്തത്തിൽ പറയുന്നത് പരമാധികാരം ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെതാണ്. ജനകീയ ഭരണത്തെ പിന്തുണച്ച റൂസോ പോലും പൊതു ഇഷ്ടം ഒരാൾ മാത്രമേ പ്രകടിപ്പിക്കാവൂ എന്ന് പറയുന്നുണ്ട്. അടുത്തത് പ്ലൂറാലിസ്റ്റിക് തിയറിയിൽ പറയുന്നത് പവർ is shared among different groups like courts, businesses, trade unions and religious groups. Thinkers like Harold Lusky argued that modern democracies do not fit the old idea of a single absolute ruler. ബഹുസ്വര സിദ്ധാന്തത്തിൽ പറയുന്നത്, പ്ലൂറാലിസ്റ്റിക് തിയറിയിൽ പറയുന്നത് കോടതികൾ, ബിസിനസ്സുകൾ, ട്രേഡ് യൂണിയനുകൾ, മതഗ്രൂപ്പുകൾ എന്നിങ്ങനെ വിവിധ ഗ്രൂപ്പുകൾക്കിടയിൽ അധികാരം പങ്കിടണമെന്നാണ്. ഹാരോൾഡ് ലസ്കിയെ പോലുള്ള ചിന്തകർ ആധുനിക ജനാധിപത്യം കേവല ഭരണാധികാരി എന്ന പഴയ ആശയത്തിന് അനുയോജ്യമല്ലെന്ന് വാദിച്ചു. പഴയ ആശയമായിട്ടുള്ള എന്താണ് മോണിസ്റ്റിക് തിയറി എന്തല്ല, ഇപ്പോഴത്തെ ജനാധിപത്യത്തിന് ഉതകുന്നതല്ല, ജനാധിപത്യം വ്യത്യസ്തമാണ് എന്നാണ് പറയുന്നത്. ഈ കേവല ഭരണാധികാരി എന്ന പഴയ ആശയത്തിന് അനുയോജ്യമല്ലെന്നാണ് അദ്ദേഹം വാദിച്ച. എക്സാമ്പിൾ, ബ്രിട്ടൻസ് ചേഞ്ചിങ് സൊവേർണിറ്റി. ഇൻ ബ്രിട്ടൻ സൊവേർണിറ്റി വാസ് ട്രഡീഷണലി ഇൻ പാർലമെൻറ്റ്. എ ഫേമസ് ഗോട്ട് by John Stuart Mill says Parliament can do anything except turn a man into a woman. ബ്രിട്ടനിലെ പരമാധികാരം പരമ്പരാഗതമായിട്ട് എന്തിലായിരുന്നു? പാർലമെന്റ്
പാർലമെൻറ്റിനായിരുന്നു. ജോൺ സ്റ്റുവർട്ട് മിൽ എഴുതിയ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഉദ്ധരണിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, പുരുഷനെ സ്ത്രീയാക്കുന്നതല്ലാതെ പാർലമെൻറ്റിന് എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് അദ്ദേഹം പാർലമെൻറ്റിനെതിരെ വിദ്വേഷകരമായിട്ടൊരു പ്രസ്താവന നടത്തിയത്. ബട്ട് ഇൻ റിയാലിറ്റി ബ്രിട്ടൻ ലോസ്റ്റ് സം sovereignty after joining the European Union. The European Court of Justice declared a British law the unlawful because it violates EU rules. This shows that the British sovereignty was limited by international agreement. എന്നാൽ വാസ്തവത്തിൽ യൂറോപ്യൻ യൂണിയനിൽ ചേർന്നതിന് ശേഷം ബ്രിട്ടന് കുറച്ച് പരമാധികാരം നഷ്ടപ്പെട്ടിട്ടുണ്ട്. 1991 യൂറോപ്യൻ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഒരു ബ്രിട്ടീഷ് നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചു. കാരണം ഇത് യൂറോപ്യൻ യൂണിയൻ നിയമങ്ങൾ ലംഘിച്ചതാണ്. ബ്രിട്ടീഷ് പരമാധികാരം അന്താരാഷ്ട്ര കരാറുകളാൽ പരിമിതപ്പെട്ടുവെന്ന് ഇത് കാണിക്കുന്നു. ബ്രിട്ടീഷ് പരമാധികാരം എന്താണ്? അന്താരാഷ്ട്ര കരാറുകളാൽ, അതായത് യൂറോപ്യൻ യൂണിയനിൽ ചേർന്നതിന് ശേഷം അതിലുള്ള കരാർ പോലെയാണ് ആ യൂണിയനുള്ള രാജ്യങ്ങൾ പ്രവർത്തിക്കേണ്ടത്. സോ അവർ എന്താണ് ചെയ്തത്? അതിന് എതിരെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റാനും അവരുടെ രാജ്യകാര്യങ്ങളിൽ ഇടപെടാനുള്ള അവകാശം എന്തിനുണ്ട്? ആ യൂണിയനുണ്ട്, യൂറോപ്യൻ യൂണിയനുള്ള അംഗങ്ങൾക്കുണ്ട്. സോ അതുകൊണ്ടാണ് അതിനെ വിമർശിക്കപ്പെട്ടത്. എന്താണ്? അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മാധ്യമം മാത്രമായിട്ട് ബ്രിട്ടൻ മാറി എന്നാണ്, ബ്രിട്ടീഷ് പരമാധികാരം മാറി എന്നാണ് പറയുന്നത്. സോവറിനിറ്റി ഇൻ ഫെഡറൽ കൺട്രീസ്. Countries like the United States, India, Canada and Australia have a federal system. This means power is divided between. അമേരിക്ക, ഇന്ത്യ, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ ഒരു ഫെഡറൽ സംവിധാനമുണ്ട്. ഇതിനർത്ഥം ശക്തി വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു സോവറിനിറ്റി വിജയിക്കുന്നു എന്നാണ് പറയുന്നത്. സോ ഇൻ ഫെഡറൽ കൺട്രീസ് സെൻട്രൽ ഗവൺമെൻറ്, US ഫെഡറൽ ഗവൺമെൻറ്, ഇന്ത്യൻ സെൻട്രൽ ഗവൺമെൻറ്, കേന്ദ്ര സർക്കാർ. ഇതാണ് US ഫെഡറൽ ഗവൺമെൻറ്, ഇന്ത്യൻ സെൻട്രൽ ഗവൺമെൻറ്. സ്റ്റേറ്റ് ഗവൺമെൻറ്, കാലിഫോർണിയ ആൻഡ് ദ US മഹാരാഷ്ട്ര ഇൻ ഇന്ത്യ. Since both levels have power, sovereignty is shared, making it different from the traditional idea of the supreme authority. രണ്ട് തലങ്ങൾക്കും അധികാരമുള്ളതിനാൽ പരമാധികാരം പങ്കിടുന്നു. ഇതൊരു പരമോന്നത അധികാരം എന്ന പരമ്പരാഗത ആശയത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ഈ ഫെഡറൽ കൺട്രീസ് എന്ന് പറയുന്നത് ഫെഡറൽ സിസ്റ്റം ഉപയോഗിക്കുന്ന, ഭരണഘടനയിൽ ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഫെഡറൽ സിസ്റ്റം ഫോളോ ചെയ്യുന്ന കൺട്രീസാണ് ഫെഡറൽ കൺട്രീസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ അമേരിക്ക, ഇന്ത്യ, കാനഡ, ഓസ്ട്രേലിയ അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ എന്താണ്? ഫെഡറൽ സിസ്റ്റം എന്താണ്? ഫെഡറൽ സിസ്റ്റത്തിൽ ഭരണം നിലനിർത്തുന്ന രാജ്യങ്ങളാണ്. കൺട്രീസ് ലൈക്ക് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഇന്ത്യ, കാനഡ ആൻഡ് ഓസ്ട്രേലിയ ഹാവ് ഫെഡറൽ സിസ്റ്റം. ദിസ് മീൻസ് പവർ ഈസ് ഡിവൈഡഡ് ബിറ്റ്വീൻ. അതായത് ഈ ഒരു രാജ്യങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അവരുടെ പരമാധികാരം അല്ലെങ്കിൽ അവരുടെ ശക്തി എന്ത് ചെയ്തിട്ടുണ്ട്? വിഭജിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എങ്ങനെ വിഭജിക്കപ്പെട്ടിട്ടുണ്ട്? സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, രണ്ട് തരത്തിലുള്ള ശക്തികളായിരിക്കും അവിടെ ഉണ്ടാവുക. രണ്ട് ആൾക്കാർക്കായിരിക്കും അവിടെ പരമാധികാരം ഉണ്ടാകുക ഒരു രാജ്യത്ത്. ആർക്കൊക്കെയാണ്? സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും. കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റിനും. അതായത് കേന്ദ്ര ഗവൺമെൻറ്റിന് തൻ്റെ രാജ്യത്തിന് മുഴുവനുള്ള ഒരു പവർ, സോവറിനിറ്റി, പരമാധികാരം ഉണ്ടായിരിക്കും. രാജ്യത്തിന് ഒട്ടാകെയുള്ള പരമാധികാരം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിന്, ആ രാജ്യത്ത് തന്നെയുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് തൻ്റെ സ്റ്റേറ്റിലുള്ള പരമാധികാരവും ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു നമ്മുടെ ഫെഡറൽ ഗവൺമെൻറ്. നമ്മൾ പൊളിറ്റിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവില്ല, ഫെഡറൽ ഗവൺമെൻറ് സിസ്റ്റം പഠിച്ചിട്ടുണ്ടാവില്ല. അതുതന്നെ ഭരണാധികാരത്തെ അല്ലെങ്കിൽ പരമാധികാരത്തെ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. സിൻസ് ബോത്ത് ലെവൽസ് ഹാവ് പവർ, സോവറിനിറ്റി ഈസ് ഷെയർഡ്, മേക്കിംഗ് ഇറ്റ് ഡിഫറെൻറ്റ് ഫ്രം ദ ട്രഡീഷണൽ ഐഡിയ ഓഫ് ദ സുപ്രീം അതോറിറ്റി. ഈ രണ്ട് തലങ്ങൾക്കും അധികാരമുള്ളതിനാൽ പരമാധികാരം എന്ത് ചെയ്യുന്നു? പങ്കിടപ്പെടുന്നു. ഇതൊരു പരമോന്നത അധികാരം എന്ന പരമ്പരാഗത ആശയത്തിൽ നിന്ന് വ്യത്യസ്തമാകുന്നു. അതായത് പരമ്പരാഗത ആശയം എന്താണ്? ഒറ്റ ആൾ അല്ലെങ്കിൽ ഒരൊറ്റ സ്ഥാപനത്തിനായിരിക്കണം എല്ലാവിധ പരമാധികാരം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പഴയൊരാശയമായിട്ട് നിലനിന്ന് പോരുന്നത്. പിന്നീടാണ് അത് ചില രാജ്യങ്ങളിലുണ്ട്. എന്നാൽ നമ്മുടെ ഇന്ത്യ പോലുള്ള ഫെഡറൽ സിസ്റ്റമുള്ള രാജ്യങ്ങൾ എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്? ഈ പരമാധികാരം രണ്ട് ഗവൺമെൻറ്റുകൾക്കായിട്ട് വിഭജിച്ച് നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സോ അടുത്തത്, ഹു റിയലി ഹോൾഡ് സോവറിനിറ്റി? ആരാണ് പരമാധികാരം യഥാർത്ഥത്തിൽ കൈയടക്കി വെച്ചിരിക്കുന്നത്, ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഇൻ സം കേസസ് സോവറിനിറ്റി ഈസ് നോട്ട് ക്ലിയർലി ലൊക്കേറ്റഡ്. ഇൻ ദ US സോവറിനിറ്റി സീംസ് ടു ബി വിത്ത് കോൺഗ്രസ് ബിക്കോസ് ഇറ്റ് ക്യാൻ ചേഞ്ച് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ചില സന്ദർഭങ്ങളിൽ പരമാധികാരം വ്യക്തമായിട്ട് എന്ത് ചെയ്യുന്നില്ല? സ്ഥിതി ചെയ്യപ്പെടുന്നില്ല.
US പരമാധികാരം കോൺഗ്രസിനാണെന്നാണ് തോന്നുന്നത്. കാരണം അതിന് ഭരണഘടന മാറ്റാൻ കഴിയും. US എന്ത് ചെയ്യാൻ പറ്റും? നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം എന്താണ്? പരമാധികാരം കോൺഗ്രസിനാണുള്ളത്. അതിന് എന്ത് ചെയ്യാൻ പറ്റും? ഭരണഘടന മാറ്റാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഇൻ ഇന്ത്യ സോവറിനിറ്റി അൾട്ടിമേറ്റ്ലി ലൈസ് ദ പീപ്പിൾ ആസ് സ്റ്റാർട്ടഡ് ദ preamble of the constitution be the people of India. ഇന്ത്യയിലെ പരമാധികാരം ആത്യന്തികമായിട്ട് ജനങ്ങളിലാണ്. ഭരണഘടനയുടെ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ, അതായത് ഇന്ത്യയിലെ പരമാധികാരം ആർക്കാണുള്ളത്? ഇന്ത്യയിലെ ജനങ്ങൾക്കാണുള്ളത്. ജനങ്ങളുടെ തീരുമാനങ്ങൾക്കനുസരിച്ചാണ് ജനങ്ങളുടെ തീരുമാനം അനുസരിച്ച് ജനപ്രതിനിധികളുടെ തീരുമാനത്തിനനുസരിച്ച് ആണ് നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ചേഞ്ചിങ് മീനിങ് ഓഫ് സൊവേർണിറ്റിയുടെ മാറുന്ന അർത്ഥതലങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ടുഡേ സൊവേർണിറ്റി ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഇന്റേണൽ പവർ, ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് എക്സ്ട്രീംലി സൊവേർണിറ്റി, മീനിങ് how independent a country is from other nation and international bodies. In the modern world, countries must follow international laws, treaties and economic agreements, making absolute sovereignty less clear. ഇന്ന് പരമാധികാരം എന്നത് ആഭ്യന്തര അധികാരം മാത്രമല്ല, ബാഹ്യ പരമാധികാരവും എന്ത് ചെയ്യുന്നുണ്ട്? അതിൽ ഉൾപ്പെടുന്നുണ്ട്. അതായത് ഒരു മറ്റ് രാജ്യങ്ങളിൽ നിന്നും അന്താരാഷ്ട്ര സ്ഥാപനങ്ങളിൽ നിന്നും എത്രമാത്രം സ്വതന്ത്രരാണ്. ആധുനിക ലോകത്തെ രാജ്യങ്ങൾ അന്താരാഷ്ട്ര ഉടമ്പടികൾ, സാമ്പത്തിക ഉടമ്പടികൾ എന്നിവ പാലിക്കണം. സമ്പൂർണ്ണ പരമാധികാരം കുറച്ചുകൂടി എന്ത് ചെയ്യാനുണ്ട്? വ്യക്തമാകാനുണ്ട്. ഇന്ന് രാജ്യത്തിലെ പരമാധികാരം എന്നതിനെ കുറച്ചുകൂടി എന്ത് ചെയ്യാം? ഒരു പരമാധികാരം എന്ന ഒരാശയത്തിൽ നിന്ന് വ്യതിചലിച്ചു കൊണ്ടുള്ള സംഭവങ്ങളാണ് യഥാർത്ഥത്തിൽ പരമാധികാരം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇപ്പോൾ നമ്മുടെ യു എൻ സംഘടന അങ്ങനെ പോലുള്ള ഒരു ആഗോള തലത്തിലുള്ള സംഘടനകളുണ്ട്. ആ ആഗോള തലത്തിലുള്ള സംഘടനകൾക്ക് ആ രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ ആ സംഘടനയ്ക്ക് ഏതൊരു രാജ്യത്തിൻ്റെയും നിയമത്തിൽ കൈകടത്താൻ കഴിയും, അല്ലെങ്കിൽ അവരുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ കഴിയും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മുടെ ഗാസയിലെ സബ്ജക്റ്റൊക്കെ അവർക്ക് എന്ത് ചെയ്യുക? അതിൽ സൗദി ഇടപെട്ടു, അമേരിക്ക ഇടപെട്ടു, ഇസ്രായേൽ ഇടപെട്ടു, ഈജിപ്റ്റ് ഇടപെട്ടു, ഇന്ത്യ ഇടപെട്ടു, അങ്ങനെ ഒരുപാട് പേര് ഇടപെട്ടു. അവരൊക്കെ എന്താണ്? UN-ന്റെ അംഗങ്ങളാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ആഗോളതലത്തിലുള്ള കാര്യങ്ങളുമായിട്ട്, ആഗോളതലത്തെ ബാധിക്കുന്ന കാര്യങ്ങളുമായിട്ട് അവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുമെന്ന് കൂടെ അതിൽ അർത്ഥമുണ്ട്. അപ്പോൾ സൊവേർണിറ്റി ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒറ്റയാളുടെ അല്ലെങ്കിൽ ഒരൊറ്റ ഗ്രൂപ്പിൻ്റെ കീഴിൽ നിന്നും ആ പരമാധികാരം എന്നത് വിഭജിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അടുത്ത നമ്മുടെ ഹെഡിങ് 18.6 എക്സ്റ്റേണൽ സൊവേർണിറ്റി. വാട്ട് ഈസ് എക്സ്റ്റേണൽ സൊവേർണിറ്റി എന്നാണ്. ബാഹ്യ പരമാധികാരം എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. എക്സ്റ്റേണൽ സൊവേർണിറ്റി മീൻസ് എ കൺട്രി ഈസ് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് നോ അതർ കൺട്രി ക്യാൻ കൺട്രോൾ ഇറ്റ് ക്യാൻ മേക്ക് ഇറ്റ്സ് ഓൺ ലോസ്, ഡിസിഷൻസ് ആൻഡ് പോളിസീസ് വിത്തൗട്ട് ഔട്ട്സൈഡ് ഇൻ്റർഫിയറൻസ്. ഒരു ബാഹ്യ പരമാധികാരം എന്നാൽ ഒരു രാജ്യം സ്വതന്ത്രമാണെന്നാണ്. മറ്റൊരു രാജ്യത്തിനും അതിനെ നിയന്ത്രിക്കാൻ കഴിയില്ല. ബാഹ്യ ഇടപെടലുകളില്ലാതെ അതിന് സ്വന്തം നിയമങ്ങളും തീരുമാനങ്ങളും നയങ്ങളും ഉണ്ടാക്കാൻ കഴിയുന്നതിനെയാണ് എന്ത് പറയുന്നത്? എക്സ്റ്റേണൽ സൊവേർണിറ്റി എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഇന്ത്യ ഈസ് എ സൊവറിൻ കൺട്രി. നോ ഫോറിൻ പവർ ക്യാൻ മേക്ക് ലോസ് ഫോർ ഇന്ത്യ. ദ യുണൈറ്റഡ് സ്റ്റേറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഡിസൈഡ്സ് ഇറ്റ് ഓൺ പോളിസീസ് വിത്തൗട്ട് ആസ്കിങ് അനദർ കൺട്രി. ഇന്ത്യ ഒരു പരമാധികാര രാജ്യമാണ്. ഒരു വിദേശ ശക്തിക്കും ഇന്ത്യക്ക് വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല. അമേരിക്ക സ്വതന്ത്രമാണ്. മറ്റൊരു രാജ്യത്തോട് ചോദിക്കാതെ സ്വന്തം നയങ്ങളിൽ തീരുമാനിക്കും. എല്ലാവർക്കും അവരുടെ നിയമങ്ങൾ മാറ്റാൻ പരമാധികാരമുണ്ട്. അത് മറ്റൊരാളുടെ ഇൻ്റർഫിയറൻസ് ഇല്ലാതെ തന്നെ അവരുടെ നിയമങ്ങൾ മാറ്റാനുള്ള പരമാധികാരമുണ്ട്. അതിനെയാണ് എക്സ്റ്റേണൽ പരമാധികാരം അല്ലെങ്കിൽ എക്സ്റ്റേണൽ സൊവേർണിറ്റി എന്ന് പറയുന്നത്. വാട്ട് ഡിഡ് ദിസ് ഐഡിയ കം ഫ്രം? ഈ ഒരു ഐഡിയ എവിടെ നിന്നാണ് വന്നതെന്നാണ് ഈ സൊവേർണിറ്റി എന്നുള്ളൊരു ഐഡിയ. ദിസ് ഐഡിയ സൊവേർണിറ്റി ബിക്കം സ്ട്രോങ് ആഫ്റ്റർ ദ പീസ് ഓഫ് വെസ്റ്റ്ഫാലിയ. ദിസ് അഗ്രിമെൻറ്റ് എൻഡഡ് വാർസ് ഇൻ യൂറോപ്പ് ആൻഡ് സാലി. വെസ്റ്റ്ഫാലിയ സമാധാനത്തിന് ശേഷം, സ്വതന്ത്രമായതിനു ശേഷം പരമാധികാരം എന്ന ആശയം ശക്തമായി. ഈ കരാർ യൂറോപ്പിലെ യുദ്ധങ്ങൾ അവസാനിപ്പിക്കുകയും ഈ ഒരു യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ കാരണമാവുകയും ചെയ്തു. കാരണം യൂറോപ്യൻ കൺട്രീസിൽ എല്ലാവർക്കും എല്ലാ കൺട്രീസിനും അവരുടേതായ പരമാധികാരങ്ങൾ എന്ത് ചെയ്തു? നൽകപ്പെട്ടു. ഈച്ച് കൺട്രി കൺട്രോൾസ് ഇറ്റ്സെൽഫ്. ഓരോ രാജ്യവും സ്വയം നിയന്ത്രിക്കപ്പെട്ടു. നോ കൺട്രി ഷുഡ് ഇൻ്റർഫിയറൻസ് ഇൻ അതർ കൺട്രി റിലീജിയസ് ഓർ പൊളിറ്റിക്സ്. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെ മതത്തിലോ രാഷ്ട്രീയത്തിലോ ഇടപെടാൻ പാടില്ല എന്നുമാണ് ആ ഒരു
സൊവേർണിറ്റിയിൽ അന്ന് തീരുമാനിച്ചത്. ഡസ് സൊവേർണിറ്റി മീൻസ് കംപ്ലീറ്റ് ഫ്രീഡം? സൊവേർണിറ്റി എന്നത് കംപ്ലീറ്റ് ഫ്രീഡം ആണോ എന്നാണ് ചോദിക്കുന്നത്. നോട്ട് ഓൾവേസ് കൺട്രീസ് ആർ ഇൻഡിപെൻഡൻറ്റ് ബട്ട് ദേ ഫോളോ ഇന്റർനാഷണൽ ലോസ് ആൻഡ് അഗ്രിമെന്റ്. എപ്പോഴും അല്ല, രാജ്യങ്ങൾ എന്താണ് സ്വതന്ത്രം തന്നെയാണ്, പക്ഷേ എന്താണ് അവർ അന്താരാഷ്ട്ര നിയമങ്ങളും കരാറുകളും പിന്തുടരുന്നത്. രാജ്യത്തിന് ലോക സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള അന്താരാഷ്ട്ര കരാറുകളിൽ ഒപ്പിട്ട എല്ലാ രാജ്യങ്ങളും എന്താണ് ആ ഒരു അന്താരാഷ്ട്ര കരാറിനെ ഫോളോ ചെയ്യണം. അപ്പോൾ എന്തല്ല, ചില സമയങ്ങളിൽ അല്ല എന്നാണ് പറയുന്നത്. പൂർണ്ണ സ്വാതന്ത്രരല്ല, പൂർണ്ണമായിട്ടും പരമാധികാരം സ്വതന്ത്രരല്ല, പരമാധികാരം യൂസ് ചെയ്യാനുള്ള ഒരു അവസരമില്ല എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് ഹ്യൂമൻ റൈറ്റ്സ്. ദ ഗവൺമെൻറ് ഹാം ദെയർ പീപ്പിൾ harm their own people. Human rights groups say other countries should help stop this. That's why the United Nations Declaration of Human Rights was created. ചില സർക്കാരുകൾ സ്വന്തം ജനങ്ങളെ ദ്രോഹിക്കുന്നുണ്ട്. ഇത് തടയാൻ മറ്റ് രാജ്യങ്ങൾ സഹായിക്കണമെന്ന് മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നു. അതുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ പ്രഖ്യാപനം 1948 നടന്നത്. ഇത് ആഗോള തരത്തിലുള്ള ഒരു തീരുമാനമായിരുന്നു എന്നാണ് പറയുന്നത്. Do powerful countries have more control? ായിട്ടുള്ള രാജ്യങ്ങൾക്ക് കൂടുതൽ നിയന്ത്രണമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ അർത്ഥം എസ് എന്നാണ്. ബിഗ് കൺട്രീസ് ലൈക്ക് ദ US ആൻഡ് ചൈന ഹാവ് മോർ ഇൻഫ്ലുവൻസ് ഇൻ വേൾഡ് പൊളിറ്റിക്സ് വൈൽ സ്മോൾ കൺട്രീസ് ഫോളോ റൂൾസ് ബട്ട് ഹാവ് ലെസ് പവർ. അതെ, US ചൈനയും പോലുള്ള വലിയ രാജ്യങ്ങൾക്ക് ലോക രാഷ്ട്രീയത്തിൽ കൂടുതൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതേസമയം ചെറിയ ചെറിയ രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നു, നിയമങ്ങൾ പാലിക്കുന്നു, പക്ഷേ എന്താണ് അവർക്ക് എന്താണ് ശക്തി കുറവാണ്. US പോലുള്ള രാജ്യങ്ങൾ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ കാര്യങ്ങളിലും അമേരിക്ക വന്ന് ഇടപെടുന്നുണ്ട്. കാരണം അത് അമേരിക്കയുടെ പവറാണ് അവിടെ കാണുന്നത്. അതുപോലെ ചൈന ഒക്കെ ഇടപെടുന്നുണ്ട്. അതൊക്കെ അവരുടെ ഒരു സഖ്യശക്തികളുടെ ആ ഒരു പവറിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ എല്ലാവർക്കും കയറി ചെന്ന് എല്ലാ കാര്യങ്ങളും ഇടപെടാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ ഇന്ത്യക്കൊന്നും അങ്ങനെയൊന്നും അങ്ങോട്ട് കയറി ചെന്ന് അഭിപ്രായം പറയാൻ കഴിയില്ല. അവരെ പോലെ കഴിയില്ല. നമുക്ക് എന്താണ് ശക്തി കുറവാണെന്നാണ് പറയുന്നത്. ഷുഡ് ദെയർ ബി എ വേൾഡ് ഗവൺമെൻറ്? ഒരു ലോക ഗവൺമെൻറ്, ഒരു വേൾഡ് ഗവൺമെൻറ് ഉണ്ടാകേണ്ടതുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. സം പീപ്പിൾ ബിലീവ് ദ വേൾഡ് നീഡ്സ് വൺ ഗവൺമെൻറ് ടു സ്റ്റോപ്പ് വാർസ് ആൻഡ് പ്രൊട്ടക്ട് ഹ്യൂമൻ റൈറ്റ്സ്. അതേഴ്സ് ഡിസഗ്രി ബിക്കോസ് ദേ വാണ്ട് ദെയർ കൺട്രീസ് ടു സ്റ്റേ ഇൻഡിപെൻഡൻറ്റ്. എക്സ്റ്റേണൽ സോവറിനിറ്റി മീൻസ് എ കൺട്രി ഈസ് ഫ്രീ, ഈസ് ഗവേൺ ഇറ്റ് സെൽഫ്, ബട്ട് ഇറ്റ് ഓൾസോ ഫോളോസ് സം ഇൻ്റർനാഷണൽ റൂൾസ് ടു മെയിൻറ്റെയിൻ പീസ് ആൻഡ് ഓർഡർ. യുദ്ധങ്ങൾ അവസാനിപ്പിക്കാനും മനുഷ്യ അവകാശങ്ങൾ സംരക്ഷിക്കാനും ലോകത്തിനൊരു സർക്കാർ ആവശ്യമാണെന്ന് ചിലർ വിശ്വസിക്കുന്നുണ്ട്. തങ്ങളുടെ രാജ്യങ്ങൾ സ്വതന്ത്രമായിട്ട് തുടരണമെന്ന് ആഗ്രഹിക്കുന്നതിനാൽ എന്ത് ചെയ്യുന്നു, മറ്റുള്ളവർ അതിനെ വിയോജിക്കുകയും ചെയ്യുന്നു. മറ്റ് ഒരു ആഗോള തലത്തിലുള്ള ഒരു നിയമങ്ങളിലൂടെ ഇനിയും പാലിക്കണം എന്നുള്ള ആ ഒരു വീക്ഷണം സ്വന്തം രാജ്യത്തിന് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നതായിട്ട് ചിലർക്ക് തോന്നും. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, അതിനോട് വിയോജിക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ബാഹ്യ പരമാധികാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രാജ്യത്തിന് സ്വയം ഭരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, എന്നാൽ അത് സമാധാനവും ക്രമവും നിലനിർത്തുന്നതിന് ചില അന്താരാഷ്ട്ര നിയമങ്ങളും പാലിക്കപ്പെടുന്നുണ്ട് എന്നാണ് എക്സ്റ്റേണൽ സോവറിനിറ്റിയുടെ എക്സാക്റ്റ് മീനിങ്. സോ അറ്റ് ലാസ്റ്റ് 18.7 കൺക്ലൂഷൻ ആണ് പറയുന്നത്. വാട്ട് ഇസ് സോവറിനിറ്റി? സോവറിനിറ്റി മീൻസ് എ കൺട്രി ഹാസ് ഫുൾ കൺട്രോൾ ഓവർ ഇറ്റ്സ് ലാൻഡ്, പീപ്പിൾ ആൻഡ് ഗവൺമെൻറ്. നോ അതർ കൺട്രി ഓർ ഓർഗനൈസേഷൻ കാൻ ടെൽ ഇറ്റ് വാട്ട് ടു ഡു. പരമാധികാരം എന്നാൽ ഒരു രാജ്യത്തിന് അതിൻ്റെ ഭൂമി, ആളുകൾ, ഭരണകൂടം എന്നിവയിലുള്ള പൂർണ്ണ നിയന്ത്രണമാണ്. എന്തു ചെയ്യണമെന്ന് മറ്റൊരു രാജ്യത്തിനോ സംഘടനയ്ക്കോ എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ കഴിയില്ല എന്നതാണ് എന്ത് പരമാധികാരം എന്നത്. ഹൗ ഡിഡ് സോവറിനിറ്റി ബിഗിൻ? എവിടെ നിന്നാണ് സോവറിനിറ്റി തുടങ്ങിയത് എന്നാണ്. ലോങ് എഗോ കിങ്സ് ആൻഡ് റൂളേഴ്സ് ടുക്ക് പവർ ഫ്രം ലോക്കൽ ലോർഡ്സ് ടു ക്രിയേറ്റ് സ്ട്രോങ് കൺട്രീസ്. തിങ്കേഴ്സ് ലൈക്ക് മാഷിയവെലി ആൻഡ് റൂസോ ബിലീവ്ഡ് എ കൺട്രി നീഡഡ് എ സ്ട്രോങ് ഗവൺമെൻറ് ടു കീപ് പീസ് ആൻഡ് ഓർഡർ. വളരെ കാലം മുൻപ് ശക്തമായിട്ടുള്ള രാജ്യങ്ങൾ സൃഷ്ടിക്കാൻ രാജാക്കന്മാരും ഭരണാധികാരികളും പ്രാദേശിക പ്രഭുക്കന്മാരിൽ നിന്ന് എന്ത് ചെയ്തു, അധികാരം പിടിച്ചെടുത്തു. മഷിയവെലിയും റൂസോയും പോലുള്ള ചില ചിന്തകർ ഒരു രാജ്യത്തിന് സമാധാനവും ക്രമവും നിലനിർത്താൻ വേണ്ടിയിട്ട് എന്താവശ്യമാണ്, ശക്തമായിട്ടുള്ള ഒരു സർക്കാർ ആവശ്യമാണെന്ന് വിശ്വസിച്ചു. അന്ന് മുതലാണ് എന്ത് തുടങ്ങിയത്, സോവറിനിറ്റി എന്ന ആശയം തുടങ്ങിയത്. സോവറിനിറ്റി ഇൻ ദ വേൾഡ്. In the past, the church had power over kings, but in 1648, countries became fully independent. No religious or foreign power could control them. മുൻകാലങ്ങളിൽ സഭയ്ക്ക് രാജാക്കന്മാരുടെ മേൽ അധികാരമുണ്ടായിരുന്നു. സഭയ്ക്ക് മതത്തിന് രാജാക്കന്മാരുടെ മേൽ അധികാരമുണ്ടായിരുന്നു. 1648 രാജ്യങ്ങൾ പൂർണ്ണമായി എന്ത് ചെയ്തു, സ്വതന്ത്രമായി. മതപരമോ വൈദേശികമോ ആയ ഒരു ശക്തിക്കും അവരെ നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന് അതിലൂടെ അവർ തീരുമാനിക്കുകയും ചെയ്തു. ഈ സോവറിനിറ്റി ചേഞ്ചിങ്
സൊവറിനിറ്റി ചേഞ്ച് ആകുന്നുണ്ടോ എന്ന് വെച്ചാൽ യെസ്, കൺട്രീസ് നൗ മേക്ക് അഗ്രിമെന്റ് ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺ ഈച്ച് അതർ ഫോർ ട്രേഡ്, സെക്യൂരിറ്റി ആൻഡ് ലോസ്, ബട്ട് ദ മെയിൻ ഐഡിയ ഓഫ് സൊവറിനിറ്റി ഈച്ച് കൺട്രി ബീങ് ഇൻഡിപെൻഡന്റ് സ്റ്റിൽ എക്സിസ്റ്റ്. അതെ, രാജ്യങ്ങൾ ഉറപ്പായിട്ടും എന്താകുന്നുണ്ട്, കരാറുകൾ ഉണ്ടാക്കുകയും വ്യാപാരങ്ങൾ, സുരക്ഷാ നിയമങ്ങൾ എന്നിവയ്ക്കായിട്ട് പരസ്പരം ആശ്രയിക്കുകയും ചെയ്യുന്നുണ്ട്. രാജ്യാന്തരങ്ങൾ തമ്മിൽ ആശ്രയിക്കുന്നുണ്ട്. എന്നാൽ പരമാധികാരം എന്ന പ്രധാന ആശയം ഓരോ രാജ്യവും സ്വതന്ത്രമാണ്, എപ്പോഴും നിലനിൽക്കുന്നവയാണ്. ആ ഒരു സ്വാതന്ത്ര്യം എല്ലാ രാജ്യത്തിനും ഉണ്ട്. പൂർണ്ണമായിട്ടും എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഇടപെടാൻ കഴിയില്ല. രാജ്യത്തിൻ്റെതായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം, രാജ്യത്തിൻ്റെ നിയമങ്ങൾ നിർമ്മിക്കുന്നതും സമാധാനം നിലനിർത്തുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ രാജ്യത്തിന് അധികാരമുണ്ട്. രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, മറ്റു രാജ്യങ്ങളെ കൂടി ബാധിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് എന്താണ് UN പോലുള്ള സംഘടനകൾ എന്ത് ചെയ്യുക, ആ കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് തീരുമാനങ്ങൾ പറയുക എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കേട്ടോ. നമുക്ക് ഇതിലെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നൊന്ന് നോക്കിയേക്കാം. ദ റൈസ് ഓഫ് സൊവറൈൻ സ്റ്റാർട്ടഡ്, തുടക്കം സൊവറിനിറ്റിയുടെ റൈസാണ് ചോദിക്കുന്നത്, ഉദയമാണ് ചോദിക്കുന്നത്. ലീഗൽ ആൻഡ് പൊളിറ്റിക്കൽ സൊവറിനിറ്റി, ലീഗൽ പൊളിറ്റിക്കൽ സൊവറിനിറ്റി നമ്മൾ പറഞ്ഞു. എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സൊവറിനിറ്റി. ഓക്കെ, ഇന്റേണൽ എക്സ്റ്റേണൽ സൊവറിനിറ്റിയെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സിൽ. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് നമ്മുടെ യൂണിറ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. എല്ലാവരും പഠിക്കണം, നമ്മുടെ ക്ലാസ്സുകളൊക്കെ നന്നായിട്ട് കേൾക്കണം, നോട്ട്സൊക്കെ എഴുതി പ്രിപ്പയർ ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ.